നമസ്കാരം. ബിഗ് ബോസ് അവലോകനമാണ് കേരള കോളിങ്ങിന് പകരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എത്ര പേരാണ് ഇത് ഇഷ്ടത്തോടെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അത് കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ പറയേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ അങ്ങനെ പറയാനൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ പുറത്തു നിന്ന് പറയുകയാണ്. ചില കണ്ടസ്റ്റൻറ്റുകളെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. നോറ കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സംസാരിക്കാനും കഴിയുന്ന ഒരു ആൾ ആണ്. പക്ഷേ കരയാനാണ് അതിനേക്കാൾ കൂടുതൽ. പെട്ടെന്ന് എനിക്ക് അയ്യോ വയ്യ, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിത് പറ്റുന്നില്ല എന്ന് അടുത്ത സെക്കൻഡിൽ കരഞ്ഞു പോകാൻ. അപ്പം അത്രയ്ക്ക് മനോബലമൊന്നുമില്ല. വലിയ മനോബലമൊന്നും ഉള്ള ആളല്ല. മാത്രമല്ല അണ്ണാൻ പോലെ ഉള്ള സംസാരമാണ്. എന്നുള്ളൊരു അണ്ണാൻകുഞ്ഞെ എന്ന് വിളിക്കാനാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ പക്ഷേ പറയുന്ന കാര്യങ്ങൾ ബാക്കി പലരും പറയുന്നതിനേക്കാളും മാറ്ററോടുകൂടി പറയുന്നൊരു കാര്യമാണ്. രണ്ടുപേരെയും ഗബ്രിയെയും ജിൻഡോയും മിസ്റ്റർ മോഹൻലാൽ പുറത്തേക്ക് വിളിച്ചപ്പോൾ അത് വിളിച്ചത് ശരിയായോ ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ ശരിയായെന്ന് പറഞ്ഞ ഒരേ ഒരാൾ അവരാണ്. അവരുടെ കാഴ്ചപ്പാടിൽ അനാവശ്യമായിട്ട് പറയുന്നത് പുറത്ത് തന്നെ പോട്ടെ, എന്തായാലും പുതിയവർ വേറെ വരാനുണ്ടല്ലോ. കേരളത്തിൽ വേറെ ആളിനെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ വേറെ ആളുണ്ട്, അവർ പുറത്തേക്ക് തന്നെ പോട്ടെ എന്ന് പറഞ്ഞവർ കൃത്യമാണ്. മറ്റുള്ളവരൊക്കെ അവർക്ക് വേറെ ചില താല്പര്യങ്ങളിലാണ് എല്ലാവരും വരട്ടെ എന്ന് പറയുന്നത്. തൻ്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട് ഗബ്രി വരട്ടെ, ജിൻഡോ പോട്ടെ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഗബ്രി പോയാലും ജിൻഡോ അതിനകത്ത് കാണും എന്നുള്ള വിവരം നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കിതറിയാം. ഗബ്രി എത്ര നാൾ അതിനകത്ത് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഗബ്രി പോയാൽ ബാക്കി പലർക്കും വിഷമം ഉണ്ടാകും. പക്ഷേ അതോടുകൂടി ചിലപ്പോൾ ജാസ്മിൻ നന്നായിട്ട് ഗെയിമിലേക്ക് വരികയും ജാസ്മിൻ കുറച്ചുകൂടെ നാൾ മുന്നിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഇനി ജാസ്മിനാണ് പോകുന്നതെങ്കിൽ ഗബ്രിയുടെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് പറയാനും കഴിയില്ല. കാരണം അവൻ അവിടെ വന്ന് അവന് മണം പിടിക്കാൻ ആളിനെ കിട്ടിയില്ല, അവൻ എത്ര നാൾ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നുള്ളതും അറിയില്ല. അപ്പോൾ അതാണ് നോറ എന്ന് പറയുന്ന ഒരാളുടെ അവസ്ഥ. പിന്നെ അൻസിബയിലലിയുന്നു ചന്ദ്രകാന്തം എന്നൊരു പാട്ട് പാടാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരേ സ്ഥലത്ത് ഒരിടത്തങ്ങ് ഇരുന്നിട്ട് ആരെങ്കിലും ഒന്ന് രണ്ട് പേരെ കൂട്ടി കിട്ടും. കൂടുതലും കൃഷിയാണ് കിട്ടുന്നത്. ചിലപ്പോൾ ശരണ്യെ കിട്ടും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ പറയുന്നത് കണ്ണിങ്ങായിട്ട് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആക്ടറുടെ ഒരു ഒബ്സർവേഷൻ സ്കില്ല് അവർക്ക് കൃത്യമായിട്ടുണ്ട്. അത് ദൂരെ ഇരുന്നുകൊണ്ട് എല്ലാം കണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഞാനിതെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ പോരാ. അവിടെ കാര്യങ്ങൾ പിന്നെ കിട്ടുന്ന അവസരങ്ങൾ മോർണിംഗ് ടാസ്കിലോ അല്ലെങ്കിൽ മോഹൻലാൽ ചോദിക്കുന്ന സമയത്തോ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ആ സമയത്ത് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ കുഴപ്പം, വളരെ കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ കിട്ടുന്നുള്ളൂ. ആ പ്രസൻസ് കുറച്ച് കൂടുതൽ കിട്ടണമെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായും വിശദമായും അതാത് സമയങ്ങളിൽ തന്നെ പറഞ്ഞു പോകണം. കുറച്ചുകൂടെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുകയും വേണം. ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അൻസിബ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഇൻവോൾവ് ചെയ്താൽ മാത്രമേ അറിയുന്ന കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നിട്ട് എന്ത് കാര്യം. ഞാൻ 100 പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിരുന്നിട്ടുള്ള കാര്യമൊന്നുമില്ല. ആ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ കിട്ടുന്ന അറിവുകൾ മറ്റൊരാൾക്കെങ്കിലും കൂടെ പകർന്നു കൊടുക്കാനും കൂടെ കഴിയുമ്പോഴാണ് ആ അറിവിന് യഥാർത്ഥത്തിലുള്ള അർത്ഥം ഉണ്ടാകുന്നത്. അല്ലാതെ എല്ലാവരെയും കൂടി മനസ്സിലാക്കിയിട്ട് അവിടെ കൈയും കെട്ടി കാലും നീട്ടി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിക്കുള്ള പ്ലേയല്ല. പിന്നെ ശരിക്കും എല്ലാവരും അവിടെ കൃത്യമായിട്ട് ഒരു നല്ല ഗെയിമറായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്സരയാണ്. ലേലേട്ട ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതെല്ലാം ഞങ്ങൾക്കത് ചെയ്ത് ഞങ്ങൾ കിട്ടി. എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്സര. അപ്സരയുടെ ഹസ്ബൻഡ് ആൽബിയും നന്നായിട്ട് അറിയാം. ഞങ്ങളും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്സര പറയുന്ന എല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്സരയ്ക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത്. അപ്സരയാണ് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ഗെയിമർ ഇതുവരെ. അപ്പോൾ അപ്സരയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് പറയണോ വേണ്ട എന്നുള്ളതാണ്. ഇനി പറയാനൊരാളുണ്ട് അവിടെ, റസ്മിൻ ഭായ് അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. അവരെന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? അവർക്ക് ഇത്ര തൻ്റെ ഇടം എന്താണ്? ഇത്ര നെഗളിപ്പിൻ്റെ ആവശ്യം എന്താണ്? ഒരു തന്നേക്കാൾ പ്രായമുള്ള ഒരാളായിരിക്കുമല്ലോ ജിൻഡോ എന്ന് പറയുന്നത്. താമ്പോടോ കുണുവാവേ, അമ്മച്ചിയുടെ വാവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചിയുടെ വാവ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക്
ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ അവരും മിണ്ടത്തില്ല. പിന്നെ അതുപോലെ ക്ലീൻ ചെയ്യാൻ സമയത്ത് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് കിടന്ന വേസ്റ്റുകൾ കൊണ്ടുവന്ന് വാരി അവിടുത്തെ ഇടുന്നു. ഞാൻ അവിടെ ഉണ്ടായി കൃത്യമായിട്ട് ആ വേസ്റ്റ് അവരെ കൊണ്ട് പറക്കിച്ചതിന് ശേഷം അവിടെ തൂക്കുള്ളൂ. തൂക്കാൻ ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ തൂക്കാൻ കൊടുത്തു, ശരി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേസ്റ്റ് താഴെ വീടരുതെന്നുള്ളത് കൊണ്ടാണ് അവിടെ വേസ്റ്റ് ബിൻ വച്ചിരിക്കുന്നത്. അവിടെ കൊണ്ടിട്ട വേസ്റ്റുകൾ തിരിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് തൂക്കാൻ താൻ തൂക്കടോ എന്ന് പറയാൻ അതൊക്കെ ഒരുപാട് ഒരു ഓവർ സ്മാർട്ട്നെസ്സാണ്. ആ സ്മാർട്ട്നെസ് ഒന്നും നമുക്കിവിടെ വേണ്ട. അതൊന്നും നമുക്ക് സമൂഹത്തിന് നൽകുന്ന നല്ല സന്ദേശവുമല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ അതിനകത്തുണ്ടായിരുന്ന കൃത്യമായിട്ട് അവരെ കൊണ്ട് തന്നെ അത് വാരിച്ചിട്ട് നമ്മളത് കൈകാര്യം ചെയ്യുകയുള്ളായിരുന്നു. അപ്പോൾ അവരുടെ റൂട്ടും കറക്റ്റല്ല. അവരും എതിർക്കപ്പെടേണ്ടവരാണ്. അവർ കൂടുതൽ മുന്നോട്ട് പോവില്ല. ഇതൊക്കെയാണ് ഇതിനകത്തുനിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. പിന്നെ രണ്ട് കൈയും പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന ടോൾമാൻ മിസ്റ്റർ അർജുൻ, അദ്ദേഹം എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു, ഞാനവിടെ ഉണ്ടായിരുന്നു, ഞാൻ പറയുന്നത് മിസ്റ്റർ അർജുൻ, നിങ്ങളുടെ അടുത്ത് ഞാൻ നെഞ്ച് നിവർത്ത് നിന്ന് തന്നെ സംസാരിക്കും. പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ കുനിഞ്ഞ് വിനയാന്വിതനായിട്ട് എന്നേ സംസാരിക്കാൻ പറ്റൂ. കാരണം അയാൾ എന്നെക്കാളും വലിയ ഹൈറ്റാണ്. എനിക്ക് ധൈര്യത്തെ അങ്ങനെ പറയാൻ ഞാൻ അങ്ങനെ സംസാരിക്കൂ. സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് അങ്ങോട്ട് പറയും. അയാൾ തിരിച്ച് അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ലെന്ന് അയാൾ ഇങ്ങോട്ടും പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ചങ്കൂറ്റത്തോടുകൂടി നിവർന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് അർജുൻ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെയുള്ള ആളുകളെക്കുറിച്ച് തൽക്കാലമുള്ള എനിക്ക് ഓരോരുത്തരെ വിശകലനം ചെയ്ത് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ഇനി പോകെ എനിക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഓരോ സിറ്റുവേഷൻ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എൻ്റെ സമയം പോലെ ഞാൻ ഫുൾ ടൈം ഒന്നും ബിഗ് ബോസ് ഇരുന്ന് കാണാറൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് ഓരോരുത്തർ നോക്കിയിട്ട് എന്താ സംഭവങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ പറയാനുള്ളത് കേരള കോളിങ്ങിനോടൊപ്പം തന്നെ ഇനി പറഞ്ഞു പോകാം. എന്തായാലും കേരള കോളിംഗ് ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു.